കഥ കേട്ടപ്പോ എന്താ തോന്നി ആദ്യമായിട്ട്? എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരു കഥ വന്ന് പറയുമ്പോഴെന്നൊക്കെ അറിയായിരുന്നു? കഥ കേട്ടോ കൺവിൻസ് ചെയ്ത രീതി സൂപ്പർ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിനകത്ത് 2010 സൂപ്പർ സ്റ്റാർ എന്നൊക്കെ എഴുതി വെച്ചു. ചുമരില് വീട്ടിലെ മഞ്ഞ ചുമരില് പെൻസിൽ കൊണ്ടൊക്കെ എഴുതിയിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. പഠനമാണല്ലോ, സിനിമ ഒരു പഠനമാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സിനിമയിലൂടെ എത്ര സിനിമ എടുത്താലും ഒരു പഠനമാണ്. ഈവൻ ആണ് ശ്രീനിവാസന്റെ അസോസിയേറ്റ് ഡയറക്ടറെ ബേസിൽ നിന്ന് പഠിക്കാനായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് വിനീത് ശ്രീനിവാസൻ എന്ന ഡയറക്ടർ. ഡയറക്ടറായിട്ടുള്ള ഒരു റാപ്പ് എങ്ങനെയാണ്? രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഭയങ്കര ക്ലോസ് ആണ്, ചില്ലാണെന്നൊക്കെ. ഒരു പ്രൊഡ്യൂസർ ഡയറക്ടറിനപ്പുറം ഒരു ഒരു അച്ഛൻ മകൾ എന്ന രീതിയിൽ വളരെ സ്വന്തം മോളാണ്. അപ്പൊ പിന്നെ ഒരു പാട്ട്, ഒന്നെങ്കിൽ അതിലെ പാട്ട് അല്ലെങ്കിൽ പാട്ടുകാരിയാണെങ്കിൽ നമ്മൾ പാടിക്കാതെ വിടാൻ പറ്റൂല. ഒന്നെങ്കിൽ അച്ഛൻ്റെ പാട്ട് അല്ലെങ്കിൽ വേറെ. शुरू में अखियों में नन्हा मुन्ना एक सपना दे जा रे, शुरू में अखियों में नन्हा मुन्ना एक सपना दे जा रे. ഇൻഫാൻ എന്റർടൈൻമെന്റിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം സിനിമാ വിശേഷങ്ങൾ പങ്കുവെക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത് പഴുത് മൂവിയിലെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ആണ് സ്റ്റാലിൻ സർ ആൻഡ് ഐശ്വര്യ. വെൽക്കം. എന്ത് തോന്നുന്നു? 23rd പടം റിലീസാണ്. 23rd ഫിലിം ഇറങ്ങാൻ നിൽക്കുമ്പോൾ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഒരാഴ്ചക്ക് 2-3 ദിവസത്തിന് മുമ്പ് വരെയായിരുന്നു ടെൻഷൻ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ മൈൻഡ് അല്പം ഫ്രീ ആയിട്ട് വരികയാണ്. ഇനി പ്രേക്ഷകർ ഇത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ടെൻഷൻ കൂടെ ഉണ്ട്. എന്നാലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ട്. പ്രൊഡ്യൂസറായിട്ട് എന്ത് തോന്നുന്നു? കുട്ടി പ്രൊഡ്യൂസർ ആണല്ലേ? കുട്ടി പ്രൊഡ്യൂസർ. എനിക്ക് തോന്നുന്നു ഈ ടൈമിൽ കുട്ടി പ്രൊഡ്യൂസേഴ്സ് ഇല്ല. ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. അടിപൊളി. പുതിയൊരു ഫ്യൂച്ചർ വേണ്ടി. എന്താണ് പ്രൊഡ്യൂസർ ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ട്? സിനിമ അല്ല, ചെറുതിലെ തൊട്ടൊരു പാഷൻ കണക്കുണ്ടായിരുന്നു. പിന്നെ റിയാലിറ്റി ആവുന്ന ഒരു പ്രതീക്ഷയില്ല. അപ്പോഴത്തേക്കാണ് ഇതാണെങ്കിൽ സ്ക്രിപ്റ്റ് നല്ലൊരു സ്ക്രിപ്റ്റ് ആണ്, പിന്നെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ കറക്റ്റ് ടൈം ആണ് തോന്നുന്നു. കഥയൊക്കെ എങ്ങനെ വന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തപ്പോ കെയർഫുൾ ആയിരുന്നു? യഥാർത്ഥത്തിൽ ഞങ്ങള് ആദ്യം ഈ കഥ ഉണ്ടാക്കുന്നത് ഒരു 7 സുഹൃത്തുക്കൾ ചേർന്ന് ഓരോരുത്തരും ഓരോ കഥ പറയുന്നു. അതിൽ അക്ബർ എന്ന വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു 1 ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനും അക്ബറുമായിട്ടിരുന്നിട്ട് ഈ 7 പേരും കൂടെ ഉണ്ട് കഥകൾ ചർച്ച ചെയ്യുന്നു. അപ്പോഴേക്കും ഞങ്ങൾ നായകൻ രജൻ കൃഷ്ണ എന്ന വ്യക്തി, അന്ന് അദ്ദേഹം നായകനല്ല, നമുക്ക് സിനിമയിൽ കൂട്ടായ്മയിൽ വന്ന ഒരു വ്യക്തിയായിട്ട് വരുന്നു. രജൻ കൃഷ്ണയായിട്ട് കഥ പറയുന്നു. രജൻ കൃഷ്ണയ്ക്ക് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ രജൻ കൃഷ്ണനെ ഇതിനകത്ത് നായകനായിട്ട് ഫിക്സ് ചെയ്യുന്നു. ദെൻ ഇത് കഴിഞ്ഞ് വീണ്ടും കഥയുടെ ഡെവലപ്മെന്റ് നടക്കുന്നു. ആദ്യം എൻ്റെ വീട്ടിലായിരുന്നു ചർച്ച, പിന്നെയുള്ള ചർച്ചകളെല്ലാം രജൻ കൃഷ്ണയുടെ വീട്ടിലായിരുന്നു ചർച്ചകൾ നടക്കുന്നു. ഇതിനകത്ത് വീണ്ടും കഥ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് സ്റ്റോറി രജൻ കൃഷ്ണയോട് പറയുന്നു. പുള്ളിക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ അതിനകത്ത് ഇത്രയും ട്വിസ്റ്റുകൾ പോരാ, ഈ സ്റ്റോറി പ്രേക്ഷകരിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഇത് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ ആൽബർട്ടുമായിട്ട് ഒരു പേഴ്സണൽ ഡിസ്കഷൻ വയ്ക്കുന്നു. കുറച്ചുകൂടെ അത് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ എല്ലാവരുമുള്ള കൂട്ടായ്മ രജൻ കൃഷ്ണയുടെ വീട്ടിൽ വെച്ച് പുതുതായി ഡെവലപ്പ് ചെയ്ത കുറേ ട്വിസ്റ്റുകൾ ഇതിനകത്ത് പറയുമ്പോൾ രതൻ കൃഷ്ണയ്ക്ക് ഭയങ്കരമായി അത് ഇഷ്ടപ്പെടുകയും അദ്ദേഹം പറഞ്ഞു അക്ബറും സ്റ്റാലിനും കൂടി സ്ക്രിപ്റ്റ് എഴുതിയാൽ മതി എന്ന് പറയുകയും അങ്ങനെ ഈ 7 പേരിൽ നിന്ന് 2 പേര് സ്ക്രിപ്റ്റ് എഴുതുന്ന പ്രോസസ്സിലോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്ത് പരസ്പരം ഡിസ്കസ് ചെയ്ത് ഈ സ്റ്റോറി സ്ക്രിപ്റ്റ് പൂർണ്ണമായി ഡെവലപ്പ് ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ കുട്ടി പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ കുട്ടി പ്രൊഡ്യൂസറിന് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നായകനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ പ്രോജക്റ്റ് ആദ്യം ഞങ്ങളൊരു ക്രൗഡ് ഫണ്ടിങ് രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ. പക്ഷെ അത് വർക്കൗട്ട് ആകില്ല എന്നുള്ളതും ബോധ്യപ്പെട്ടു. പക്ഷെ ദൈവം ഞങ്ങളുടെ മുമ്പിൽ ഈ കുട്ടി പ്രൊഡ്യൂസറെ കൊണ്ട് തന്നപ്പോൾ അത് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കാരണം ഈ കുട്ടി പ്രൊഡ്യൂസർ വരുന്നതാണ്. ഓക്കെ, കഥ കേട്ടപ്പോ എന്താ തോന്നി ആദ്യമായിട്ട്? എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരു കഥ വന്ന് പറയുമ്പോഴെന്നൊക്കെ അറിയായിരുന്നു? കഥ കേട്ടോ കൺവിൻസ് ചെയ്ത രീതി സൂപ്പർ ആയിരുന്നു. ഒരു കഥ വന്ന് പറയുന്നതിനെക്കാട്ടി ആ കൺവിൻസ് ചെയ്യുന്നതിലാണ് സ്റ്റോറി ടെല്ലിംഗ്. അതാണ് വലിയൊരു ഇത്. കഥ മാത്രം വായിച്ചുകൊണ്ട് വലിയ കാര്യമില്ല, പക്ഷെ അത് കൺവിൻസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ആ പറയുന്നത് കേട്ട് വെച്ചുകൊണ്ട് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു വിഷ്വലൈസ് അതൊരു വലിയ ഫാക്ടർ. കുഞ്ചാക്കോ ബോബൻ ഏതോ ഒരു പടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ പടത്തിന്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ആക്കി ഇഷ്ടപ്പെട്ടില്ല, പടം കണ്ടപ്പോ ഇതാണോ എടുത്തു വെച്ചിരിക്കുന്ന പടം
സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പ്രതീക്ഷകൾ? എനിക്ക് പ്രതീക്ഷ നല്ല രീതിയിൽ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നി. ആ ഒറ്റ കോൺഫിഡൻസ് ഇരിക്കുവാണ്. ഭയങ്കര ചില്ല് ആൻഡ് എനർജറ്റിക് ആയിട്ട് ഭയങ്കര കോൺഫിഡൻസ്. എനിക്കൊന്ന് ആക്ടേഴ്സിനെയും ഡയറക്ടറിനെയും കാണലും കോൺഫിഡൻസ്. മറ്റെന്തെങ്കിലും പരിപാടി നോക്കുന്നുണ്ട്? ആക്ടിങ് അങ്ങനെയൊക്കെ? ആക്ടിങ് ഇതിനകത്ത് ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെയാണോ? ഇതിൽ തന്നെ. പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നല്ല നല്ല പ്രോജക്ട്സ് വരുവാണെങ്കിൽ അപ്പോഴേ നമ്മൾ വരും. ഓക്കെ. എനിക്കൊരു ഡയറക്ടറിന്റെ ചാലഞ്ചസ് ആണ് അറിയേണ്ടത്. ആദ്യമായിട്ടൊരു പടം ഡയറക്ട് ചെയ്യും. സിനിമ എന്ന് പറയുന്നത് അങ്ങേയറ്റം എന്താ പറയുക, ഒത്തിരി കോമ്പറ്റീഷൻസ് ഉള്ള ഒരു ഫീൽഡാണ്. അപ്പൊ ഇതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് പാടാണ്. അപ്പം ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ ഉണ്ടായ ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇതിലേക്ക് എത്തിച്ചേരാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു? സിനിമ എന്ന മോഹം 4ാം ക്ലാസ്സിൽ ഒരു നാടകത്തിൽ വക്കീൽ വേഷം അഭിനയിക്കുന്നതിലൂടെ ഉണ്ടായാണ്. അഭിനയമോഹമായിരുന്നു. അപ്പോൾ അത് വളർന്നു വന്ന് UP എത്തുമ്പോഴേക്കും നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലോട്ട് പോയി. അപ്പോഴും അഭിനയിക്കണമെന്നുള്ള പാഷൻ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഡിഗ്രി എത്തുമ്പോഴേക്കും ഒരു നായകനാകേണ്ട സൗന്ദര്യവും മീശയും വളർച്ചയും ഒന്നും ഇല്ല എന്ന തിരിച്ചറിവിൽ ഇപ്പോഴതൊക്കെ ഉണ്ടോ? അതായത് കോൺസെപ്റ്റ് ഒരുപാട് മാറി. മലയാളം സിനിമയിൽ അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതില്ല. അപ്പൊ ആ സമയത്തുള്ള എൻ്റെ ഒരു ചിന്താഗതി അതായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിനത് 2010 സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ചുമരിൽ, വീട്ടിലെ മഞ്ഞ ചുമരിൽ പെൻസിൽ കൊണ്ടൊക്കെ എഴുതിയിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ആകാര വടിവ് ഒരു നായകനാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറുകൾ കത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പോഴല്ലേ പൊക്കം കുറഞ്ഞ ആൾക്കാരൊക്കെ നായക സ്ഥാനത്ത് വരുന്നത് ഇപ്പോഴാണ്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. നായക സങ്കല്പം വേറെ. അപ്പൊ ഞാൻ കുറച്ചുകൂടെ സേഫ് സ്കില്ലിനാണ് ആൾക്കാർ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ UP ചെയ്ത നാടക സംവിധാനവും അതുപോലെ തന്നെ ഞാനിപ്പോ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് നാടകം ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഇനി ഡയറക്ഷൻ മേഖലയായിരിക്കും കുറച്ചുകൂടെ സേഫ് ആണെന്ന് അപ്പോഴേ ചിന്തിച്ചു. കലാകാരൻ ഏത് അഭിനയം നമ്മുടെ പ്രൊഡ്യൂസറിനെ ഈ സിനിമയിൽ മാത്രമാണ് കൺവിൻസ് ചെയ്ത് എനിക്ക് അത്രയും മനസ്സിലായത്. പ്രൊഡ്യൂസറിനെ നമ്മൾ ഈ സിനിമയിൽ അഭിനയിപ്പിച്ചതുപോലെ തന്നെ ദൈവനിമിത്തം എന്നുള്ളതുപോലെ ഫസ്റ്റ് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഒരു ക്യാരക്ടർ സെക്കൻഡ് ഷെഡ്യൂളിൽ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിൽ ഡെവലപ്പ് ചെയ്യുകയും അത് ഞാൻ അഭിനയിക്കണം എന്നുള്ള സജഷൻ കൂട്ടായ്മ പെട്ടെന്ന് വരികയും ഞാനൊരു ചെറിയ റോള് ചെയ്യുകയും ചെയ്തു. പിന്നെ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് പുതുമുഖ താരങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ പലരും ചോദിച്ചു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പുതുമുഖ താരങ്ങളെ വെച്ച് അഭിനയിപ്പിച്ചതിൽ പ്രയാസം നേരിട്ടിട്ടില്ല. അത് ഭയങ്കര ഈസി ആയിരുന്നു. പ്രൊഫഷണൽ. കാരണം ഞാൻ അവർക്ക് ഫ്രീഡം കൊടുത്തത് കൊണ്ട് തന്നെ ആ റെസ്പെക്ട് അവർ എനിക്ക് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അത് എനിക്ക് വർക്കൗട്ടായി. അതിനകത്ത് ഒരു പ്രശ്നമില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് ഞാൻ ഏറ്റവും സ്ട്രഗിളും മെന്റലി ടെൻഷനുമായി മാറിയത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. വേറെ ആരും സപ്പോർട്ടില്ല. ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നായകനാണ്, രജൻ കൃഷ്ണ എന്ന നായകൻ. പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും പക്ഷെ എന്നെ കോൺഫിഡൻസ്, അത് മെന്റൽ കോൺഫിഡൻസ് എനിക്ക് തന്നിരിക്കുന്നത് രജൻ കൃഷ്ണ എന്ന നായകനാണ്. എന്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്, അതേ നടക്കത്തുള്ളൂ സ്റ്റാലിൻ ചേട്ടൻ ധൈര്യമായിട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ അത് ഓപ്പൺ ആയിട്ട് തന്നെ, ഒരുപക്ഷെ എന്റെ ടെൻഷൻ രജൻ കൃഷ്ണയിലോട്ട് പോയാലോ എന്ന് വിചാരിച്ച് പറയാതിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ അത് പറഞ്ഞാൽ ഞാൻ റിലീഫ് ആവും. പുള്ളി എനിക്ക് തരുന്ന കോൺഫിഡൻസ് എന്നെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഈ ചിത്രം പകുതി വഴിക്ക് നിന്ന് പുതുമുഖങ്ങളും ഒരു ഫേസ്ബുക്കിലെ ആൾക്കാർ ചേർന്ന് വരുമ്പോഴൊക്കെ എവിടെ വേണമെങ്കിലും ഇത് ബ്ലോക്ക് ആവാം. പക്ഷെ ആ ബ്ലോക്ക് ഇല്ലാതെ പോകുന്നതിനുള്ള ഏറ്റവും വലിയ എൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് കോൺഫിഡന്റ് ആണ് ഇതിന്റെ നായകൻ രജൻ കൃഷ്ണയാണ്. അതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പൊ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. ശരി, നമ്മുടെ ക്രൂവില് കൂടുള്ള എല്ലാവരും ആ ഒരു തരാതെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാൾ ഉൾവലിഞ്ഞാൽ തന്നെ പകുതി വഴിക്ക് പോയവരുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് പകുതി വഴിക്ക് പോയവരുണ്ട്. കൂട്ടായ്മയുടെ ആദ്യത്തെ ചിന്തയിൽ നിൽക്കാത്തതുണ്ട്. പക്ഷെ ഇപ്പൊ അത് പ്രൊഡ്യൂസറും നമ്മുടെ രജൻ കൃഷ്ണൻ നായനും അതുപോലെ തന്നെ നിള എന്ന നമ്മുടെ ഫസ്റ്റ് ഹീറോയും അവരും ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഇതിനകത്ത് നിന്നുണ്ട്. ഒരിക്കൽ പോലും പിന്നിലോട്ട് പോയിട്ടില്ല. അത് എല്ലാ ഡെവലപ്മെന്റ് സ്റ്റേജിലും അവരും നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. പ്രൊഡ്യൂസറോട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിലെ ക്രൂ അതുപോലെ ആക്ടേഴ്സ് ഇതുപോലെ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് 3 ഷെഡ്യൂൾ ആയിട്ടാണ് വന്നത്. ഫസ്റ്റ് ഷെഡ്യൂളിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേര് സെക്കൻഡ് ഷെഡ്യൂളിട്ടില്ല. ഇതിനകത്ത് ഡയറക്ടർ ആയാലും ഇതിനകത്ത് ഒരുപാട് ഒരു എന്താ പറയാ ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന് നമ്മളുമായിട്ട് ഒരു ഡിസ്കഷൻ ഇല്ല. നമ്മൾ പറയുന്ന ഒപ്പീനിയൻ അവര് കേൾക്കുന്നില്ല. അങ്ങനെ ഇതൊരു ബ്രേക്ക് ആവുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിനെ
നല്ല രീതിയിൽ പിടിച്ചു നിർത്തിയത് സ്റ്റാലിൻ ചേട്ടനാണ്. ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്കുള്ളത്. കാരണം എപ്പോഴായാലും നമ്മൾ ചെയ്യുന്ന ഒരു ഹാർഡ് വർക്കിന് റിസൾട്ട് ഉറപ്പാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു കാര്യം ഉറപ്പായിട്ട് റിസൾട്ട് വരും, അത് ഗോഡ് തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അടിപൊളി. അപ്പൊ ഇതിൽ ആക്ടേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഇനീഷ്യൽ പ്രോസസ് എന്തായിരുന്നു? ആരെയൊക്കെ മറ്റാരെയൊക്കെ കൺസിഡർ ചെയ്തിരുന്നു ഇവരിലേക്ക് എത്തിച്ചേരാനായിട്ട്, ഇവർക്ക് ഈ റോള് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നൊക്കെ രണ്ടുപേർക്ക് എപ്പോഴാണ് തോന്നിയത്? യഥാർത്ഥത്തിൽ ഈ പ്രൊഡ്യൂസർ ഒരുപാട് ഞങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഫുൾ ഫ്രീഡം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ചെയ്ത സിനിമ അടിപൊളിയാക്കി ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിലും കയറി ഇടപെടുക, അഭിപ്രായം പറയുന്നില്ല. നമ്മളിൽ ഒരു ട്രസ്റ്റ് വന്നിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. കുറെ പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന ഒരു പ്രധാന പരിപാടി ഇത് എല്ലാത്തിലും, പിന്നെ അവര് പണം മുടക്കുന്നു എന്നുള്ള ഒരു ആസ്പെക്ടും കൂടെ ഞാൻ ഫസ്റ്റ് റെസ്പെക്ട് കൊടുക്കുന്ന സിനിമയിൽ ആദ്യം റെസ്പെക്ട് ചെയ്യണം. അവരില്ലെങ്കിൽ പണം നടക്കില്ല. അവരില്ലെങ്കിൽ, പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ആരും ഇല്ല. അതെ, കറക്റ്റ്. ഒരു പ്രൊഡ്യൂസറിന് കാശുണ്ടെങ്കിൽ ഏത് എന്താണ് ഡയറക്ടറിനെയോ ആർട്ടിസ്റ്റിനെയോ വെക്കാൻ പറ്റും. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയില്ല. പക്ഷെ സിനിമ ഒരു ടീം വർക്കാണെന്നുള്ള ബോധം പ്രൊഡ്യൂസറിനുള്ളത് കൊണ്ട് ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നടന്നുപോയത്. ആക്ടേഴ്സിലേക്ക് വന്നത് എങ്ങനെയാണ്? ആക്ടേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെയാണ് ഇതിനകത്ത് ആക്ടേഴ്സ് ആയിട്ട് ആദ്യത്തെ കുറച്ച് റോളുകളിൽ വന്നത്. ഇപ്പൊ രജൻ കൃഷ്ണയിലോട്ട് എത്തുമ്പോൾ രജൻ കൃഷ്ണ എന്ന വ്യക്തിയെ കാണുന്നത് മുതൽ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുമ്പോൾ രജൻ കൃഷ്ണയാണ് ഞങ്ങളുടെ നായകൻ എന്ന് കണ്ടുകൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. നിള എന്ന ആർട്ടിസ്റ്റിനെ ഞങ്ങൾ ലാൽ എന്ന കാസ്റ്റിംഗ് ഡയറക്ടർ വഴി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം കാസ്റ്റിംഗ് ഡയറക്ടർ വഴിയാണ് ഞങ്ങൾ ക്യാമ്പ് വെച്ചിരുന്നു. ഒരു മോളുണ്ട്, താനിയാണ് അവളുടെ പേര്, തന്യ മോളിനെ ഞങ്ങൾ ഓഡിഷൻ വഴിയാണ് എടുത്തത്. കുറെ കുട്ടികൾ വന്നായിരുന്നു, ഓഡിഷൻ വഴിയാണ് ആ കുട്ടീനെ തെരഞ്ഞെടുത്തത്. അങ്ങനെ എല്ലാ പ്രൊസീജിയറും ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പഠനമാണല്ലോ, സിനിമ ഒരു പഠനമാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സിനിമ എടുത്താലും ഒരു പഠനമാണ്. ഈവൻ ആണ് ശ്രീനിവാസന്റെ അസോസിയേറ്റ് ഡയറക്ടറെ ബേസിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ് വിനീത് ശ്രീനിവാസൻ എന്ന ഡയറക്ടർ. വിനീത് ശ്രീനിവാസൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ബേസിൽ. മിന്നൽ മുരളി ചെയ്തപ്പം ആ ഷോട്ട് എങ്ങനെ എടുത്തു എന്ന് പുള്ളി ബേസിലിനെ വിളിച്ച് ചോദിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ വലിയൊരു മഹത്വം. അതിൽ തന്നെയാണ് ഞാനും വിശ്വസിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ കൂടെയുള്ള എല്ലാവരുടെയും ഇൻപുട്ട് ഞാൻ എടുത്തത്. അതിന്റെ ഗുണം ഈ സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രീഡം ആണല്ലോ ഇമ്പോർട്ടന്റ്. അവർക്ക് ഒരു ക്രിയേറ്റീവ് സ്പേസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഫ്രീഡം. ഈവൻ ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ പോലും ബീജിയം ചെയ്യുന്ന ശ്രീനാഥിനൊക്കെ അവരുടെ ഫ്രീഡത്തിന് അവിടെ അവർ ചെയ്തതിന് ശേഷം ഞാൻ കറക്ഷൻ പറയുന്നു. ആദ്യമേ കയറി കുറെ ഇൻപുട്ട് കൊടുത്ത് അവരുടെ നശിപ്പിക്കാനായിട്ട് പാടില്ല എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഈവൻ എഡിറ്ററിന്റെ അടുത്തായാൽ പോലും 5.1 മിക്സിംഗ് ആയാലും അവർ ചെയ്തതിനു ശേഷം പോയി കാണും, ദെൻ കറക്ഷൻസ് പറയും. ഐശ്വര്യ പടം കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും, ഹോൾ ക്രൂ ആസ് എ ടീം കണ്ടു കാണുമല്ലോ ഫുൾ പടം? കണ്ടില്ലേ? പ്രൊഡ്യൂസറിനെ കണ്ടിട്ടില്ല. ഞങ്ങൾ ടെക്നിക്ക് അതാണ് നമുക്കൊരു ഫ്രീഡം ടെക്നിക്കൽ ക്രൂ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നിങ്ങൾ കാണുക, നിങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. തിയേറ്ററിൽ ഫസ്റ്റ് ഷോ വന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളുടെ ഐഷു എന്ന പ്രൊഡ്യൂസർ. എന്തേ കുട്ടി പ്രൊഡ്യൂസറിനെ തന്നെ നോക്കി പോകാൻ കാരണം? കുട്ടി പ്രൊഡ്യൂസറിന് ദൈവം തന്നതാണ്, നോക്കി പോയതല്ല, ദൈവം തന്നതാണ്. അതൊരു ലക്കാണ്. ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ അതിനെ. ഇപ്പൊ റിയ ഷിബുക്ക് പ്രൊഡ്യൂസർ ആയിട്ടാണ് പിന്നീട് വലിയൊരു ആക്ടറൊക്കെ ആയിട്ട് വരാനുള്ള ഒരു സ്കോപ്പ് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പറയൂ, എന്താണ് മനസ്സിലെ പാഷൻ എന്തൊക്കെയാന്ന് പറയൂ. ആക്ടിങ് തന്നെയാണ്. ഇത് ആദ്യം കുഞ്ഞിലെ തൊട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് റിയാലിറ്റിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആക്ടിങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോ പിന്നെ ഇതും കൂടി ചെയ്തേക്കാം എന്നുള്ള ഈ സിനിമയിലേക്ക് ഒരു ചൂടുവെപ്പാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ തന്നെ ആവട്ടെ ചിന്തിച്ചു. ഓക്കെ, എന്തൊക്കെയാണ് ഫ്യൂച്ചർ പരിപാടികൾ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും പടങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ടോ? ഫ്യൂച്ചർ 2-3 എണ്ണം ഇതായിട്ടുണ്ട്, അതിന്റെ വർക്കിലാണ്.
ആ വലിയ വലിയ ആക്ടറാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ. തീർച്ചയായും ഞങ്ങളുടെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഈ സിനിമാ മേഖലയിൽ അഭിനയിച്ച എല്ലാവരും ഫ്യൂച്ചറിൽ അവർക്ക് അഭിനയിക്കാനുള്ള സാധ്യത കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഇതിനകത്ത് ഉണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കയ്യിലൂടെ വന്ന ഈ ആർട്ടിസ്റ്റുകളെല്ലാം മറ്റ് സിനിമകളിലും അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. അതിന് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചെറിയ റോളായാലും ചെറിയ റോളായാലും അത്യാവശ്യം ഇമ്പാക്ട് ഉണ്ടായിരിക്കും. ഐശ്വര്യന്റെ ഒരു വലിയ ഇൻപുട്ടൊന്നും ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ എല്ലാ ആർട്ടിസ്റ്റിനോടും പറഞ്ഞത് നിങ്ങൾ എന്താണോ അത് തന്നാൽ മതി എന്നാണ്. അത് പ്രേക്ഷകർക്ക് പുതുമയായിരിക്കും. ഒരു റെഫറൻസ് എടുക്കണ്ട, ഒരു ആർട്ടിസ്റ്റിനെ റെഫർ ചെയ്യണ്ട, നിങ്ങൾ എന്താണോ അത് കിട്ടിയാൽ മതി. ഐശ്വര്യന്റെ അടുത്ത് നമ്മൾ ചെറിയൊരു ഭാഗമാണെങ്കിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഞാൻ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയ ടെൻഷൻ ഇല്ല നമുക്ക്. അല്ലെങ്കിൽ പേടിയാവത്തില്ല, അയ്യോ ഇതിപ്പം അവര് വല്ല വഴക്ക് പറയോ. ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ടേക്ക് മുമ്പ് എന്തെങ്കിലും പ്രശ്നം വരുമോ. പക്ഷെ ഒരിതുമില്ല, നിങ്ങക്ക് എന്ത് വേണോ ചെയ്യാം. ഇതാണ് സ്ക്രിപ്റ്റ്, ഇതുപോലെ നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പറഞ്ഞ കോൺഫിഡൻസ് തന്നു. ആ കോൺഫിഡൻസിലാണ് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത്. ഒരു മൊബൈൽ ഷോപ്പിനകത്ത് വെച്ചായിരുന്നു ഐഷുവിന്റെ സീൻ ഷൂട്ട് ചെയ്യുന്നത്. ഇവരും ഓക്കെയാണ്, പക്ഷെ ആ മൊബൈൽ ഷോപ്പ് കൺജസ്റ്റഡ് ആയതിന്റെ ഒരു ചെറിയ പ്രശ്നം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ടാണ്. പക്ഷെ ആർട്ടിസ്റ്റ് നന്നായിട്ട് വൈറ്റ് ഷോട്ട് വയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതിന്റെ മിഡ് ഷോട്ടാണ് നമുക്കുള്ളത്. ഇവര് നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ഒരു 2, 3, 4 ആംഗിൾ എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ കിട്ടിയില്ല എന്നുണ്ട്. ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സിനിമ ആ ഒരു മേക്കിങ്ങിന്റെ ഇടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ആ ഒരു സീൻസും കാര്യങ്ങളൊക്കെ? ഞാൻ 2-3 തവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാം. നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ സ്വപ്നം കണ്ട് മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം നമ്മൾ റിയൽ ലൈഫിൽ കാണുക. ഇനി ആ ഡ്രീംസ് ട്രൂ ആവുന്നത് January 23rd ആണ്. ഓക്കെ. ഐഷുവിന്റെ വീട്ടിലെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത്? നല്ല സപ്പോർട്ടാണ്. വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ എന്തായാലും ഇങ്ങനൊരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ സപ്പോർട്ടാണ് നമ്മുടെ ബാക്ക് ബോൺ. ഇത് ആദ്യമായിട്ടൊക്കെ വീട്ടിൽ പറയുമ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് പ്രൊഡ്യൂസർ ആവണം എന്നൊരു പരിപാടിയൊക്കെ പറഞ്ഞു. അല്ല, അവർക്ക് കുഞ്ഞുനാൾ പോലെ നമ്മൾ പറയുമല്ലോ, വീട്ടിൽ ഷെയർ ചെയ്യുമല്ലോ, എനിക്ക് ഇങ്ങനെ ആവണം, എന്റെ പാഷൻ ഇതാണ്. എന്നെ മനസ്സിലാക്കുന്ന പേരൻസ് ആണ്, വീട്ടുകാരാണ്. അതുകൊണ്ടാണ് ഈസി ആയിരുന്നു. ഡയറക്ടറായിട്ടുള്ള ഒരു റാപ്പ് എങ്ങനെയാണ്? രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഭയങ്കര ക്ലോസ് ആണ്, ചില്ലാണെന്നൊക്കെ. ഒരു പ്രൊഡ്യൂസർ ഡയറക്ടറിനപ്പുറം ഒരു അച്ഛൻ മകൾ എന്ന രീതിയിൽ വളരെ സ്വന്തം മോളാണ്. അച്ഛന്റെ ആ ഒരു റിലേഷൻഷിപ്പ് മോളെ പോലെയാണ്. അതുകൊണ്ട് അത്രയും ഫ്രീഡം ഉണ്ട്. അല്ലാതെ ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ എന്നുള്ള ഒരു ലെവലല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. അതിപ്പോ സംസാരിക്കുമ്പോൾ അറിയാം ആള് ഭയങ്കര സാധാരണ പ്രൊഡ്യൂസേഴ്സിന് കുറച്ചെങ്കിലും എത്ര നല്ല പടമായാലും പ്രൊഡ്യൂസേഴ്സ് വന്ന് ഇരിക്കുമ്പോ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോഴായാലും അല്ലാതെ കുറച്ചൊരു ടെൻഷൻ കാണും. ആള് ഫുൾ റിലാക്സ്, ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? കിട്ടിയ ഓപ്പർച്യൂണിറ്റി കണ്ടോണ്ടിരുന്ന മാനിഫെസ്റ്റ് ചെയ്ത ആ ഡ്രീം ഒരു ട്രൂ മൊമെന്റിലേക്ക് എത്താൻ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് അടിപൊളി. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഡയറക്ടേഴ്സ് ആണ് ഇതിലുണ്ടായിരുന്നു എന്നുള്ളത്. ഒരാൾ ലാസ്റ്റ് ആയപ്പോൾ പോയി എന്നുള്ളത്. അപ്പം എങ്ങനെയായിരുന്നു രണ്ടുപേരുടെയും തോട്ട്സ് അല്ലെങ്കിൽ രണ്ടുപേരുടെയും പെർസ്പെക്ടീവ്സ് ഒരു പടത്തിൽ ഇൻവോൾവ് ആക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ചാലഞ്ച് ഒക്കെ? സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം ഒരു 7 പേരായിട്ട് നടന്ന ചർച്ചയാണ്. അപ്പോഴാണ് ഒരാളുടെ അക്ബർ എന്ന വ്യക്തിയുടെ 1 ലൈൻ ഓക്കെ പറയുന്നത്. അവിടെ ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നതോടുകൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ അങ്ങനെ കഥാപരമായ കോൺഫ്ലിക്റ്റുകൾ ഇല്ല. ചില പ്രതിസന്ധികൾ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിയുമ്പം വരുന്നുണ്ട്. ആ പ്രതിസന്ധി ആൾ സ്വയം ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ആ പ്രതിസന്ധികളിൽ നിന്നും എന്നോട് പ്രൊഡ്യൂസർ ആവശ്യപ്പെടുന്നു, ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഒരാൾ ചെയ്തു വെച്ചതിൻ്റെ, ഞാൻ കോ ഡയറക്ടറാണ്. അതിനകത്ത് കോ ഡയറക്ടർ എന്നൊരു പോസ്റ്റില്ല, അദ്ദേഹത്തിൽ അസോസിയേറ്റ് എന്നേ ഉള്ളൂ. അപ്പം തുല്യ പങ്കാളിത്തം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം കോ ഡയറക്ടറായിട്ട് ആദ്യം എന്നെ പോസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് ഷെഡ്യൂളിൽ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ സെക്കൻഡ് ഷെഡ്യൂളിന്റെ സ്റ്റോറി ഡെവലപ്മെന്റിലാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. മനസ്സിലായില്ല? അതിനാൽ അത് പക്ഷെ ബെറ്റർ ആക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഏരിയകളായിരുന്നു ബെറ്റർ എന്നുള്ള പ്രൊഡ്യൂസറിന് തോന്നിയത് കൊണ്ടായിരിക്കാം അവർക്ക് എന്തോ ഞാൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ തുടർച്ച അയാൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. പക്ഷെ എല്ലാം ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. അപ്പോൾ പിന്നെ
ഒരു എന്താണ് പ്രൊഡ്യൂസറിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് എനിക്ക് ഈ സിനിമ പൂർത്തീകരിക്കണം. ആ കമ്മിറ്റ്മെന്റ് പുറത്താണ് ഞാൻ ചെയ്യാം എന്നൊരു. ഐശ്വര്യക്ക് എപ്പോഴാണ് ഇത് പുള്ളി തന്നെ ബാക്കി ചെയ്യണം അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും എന്നൊക്കെ തോന്നിയ മൊമെന്റ് ചെയ്ത? അല്ല, കയ്യിൽ നിന്ന് പോയൊരു മൂമെന്റിലാണ് നിന്നത്. അന്നേരം ടെൻഷൻ ഉണ്ടായിരുന്നു. അന്നേരം ടെൻഷൻ ഉണ്ടായിരുന്നു ഉറപ്പായും. എത്രയോ ഫിലിംസിന്റെ കാര്യത്തിൽ ഓരോരുത്തർ ടെൻഷൻ അടിക്കുന്നു. പിന്നീട് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ വേണ്ടി ഇതാക്കാൻ, ഞാനേ ന്യൂ ആണ്. അങ്ങനെ ഇരിക്കുമ്പോ എനിക്കും സപ്പോർട്ട് തന്നു. ഞാൻ ആകെ ഇതായി പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി സ്റ്റാൻലി ചേട്ടൻ തന്നെ ചെയ്ത പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ അങ്ങനെ ഒരാൾ തന്നെ വേണം ഈ സ്ക്രിപ്റ്റിന്. എന്നാൽ മാത്രമേ ഇത് നല്ലതായിട്ട് വരുള്ളൂ എന്നുള്ള ഒറ്റ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതി പറഞ്ഞതിന് ശേഷം അതുകൊണ്ട് ഇപ്പൊ ഞാൻ കോൺഫിഡന്റ് ആണ് അതിനകത്ത്. അന്നെടുത്ത് നല്ലൊരു തീരുമാനമായിരുന്നു അത്. ഈ ഒരു ഏജിൽ തന്നെ സിനിമയെ പറ്റിയൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കുഞ്ഞുനാൾ മുതലേ ഞാൻ റിപ്പീറ്റഡ് മൂവീസ് കാണാറുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ചിലപ്പോൾ ഒരു വട്ടമായിരിക്കും കാണുന്നത്, 2 വട്ടമായിരിക്കും കാണുന്നത്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് മൂവീസ് കാണുന്ന ഒരാളാണ്. അപ്പൊ വീട്ടിൽ തന്നെ പറയും സെയിം പടം തന്നെ പിന്നെയും ഇരുന്നതാണ്. അതെനിക്ക് ഇഷ്ടമാണ്. ഫിലിം ഫീൽഡിലോട്ട് എനിക്ക് ഭയങ്കരമായ ടെക്നിക്കൽ സൈഡ് ഇതുപോലെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അറിയാവോ എന്തെങ്കിലും? ടെക്നിക്കൽ സൈഡ് കൂടുതലും വലുതായിട്ട് ഇപ്പൊ പഠിച്ചു വരുന്നുണ്ട്. നമ്മളായിട്ടുള്ള ഡിസ്കഷനിലൂടെ പഠിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചില പോസ്റ്റർ ആയാലും ഒരു ചെറിയ വീഡിയോ ആയാലും ചെയ്തിട്ട് അയച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മൾ കാണാത്ത ഒരു ഭയങ്കര കണ്ണാണ്. നമ്മൾ കാണാത്ത തെറ്റുകൾ എടുത്ത് സ്ക്രീൻഷോട്ട് റൗണ്ട് ഇട്ട് അയച്ചു തരും. അപ്പൊ അതൊക്കെ നമുക്ക് വലിയൊരു സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ ഒരുപാട് വർക്കിനിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ സൂക്ഷ്മമായിട്ട് ചിലപ്പോൾ നോക്കായിരിക്കും ഇയാളുടെ നിന്ന് കിട്ടും എന്നുള്ളത് ഒന്ന് കൊടുത്തപ്പോൾ കിട്ടുമെന്നറിയില്ല. അപ്പൊ അങ്ങ് അയച്ചു കൊടുക്കും, പെട്ടെന്ന് അയച്ചു കൊടുക്കും. അപ്പൊ ഞാൻ വേറെ ആരും കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരുന്നു, വേറെ വർക്കുകൾ കോൺസെൻട്രേറ്റ്, ഇതിലെ കറക്ഷൻസ് എന്തെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു സൂക്ഷ്മതയുള്ള ആളാണ്. സിനിമയിൽ ഓൾറെഡി പാട്ട് എന്തെങ്കിലും ഒക്കെ ഔട്ട് ആയിട്ടുണ്ടോ? പാട്ടുകൾ ഉണ്ടോ പടത്തില്? പാട്ടുണ്ട്. സംഗീതം ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാടാൻ കഴിവുള്ള എന്റെ കുട്ടി പ്രൊഡ്യൂസർ അതിനെ കുറിച്ച് പറയും. ഒരുപാട് നാട്ടുകാരൊക്കെ വെറുപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിന്റെയൊക്കെ വീഡിയോ ഞങ്ങൾ ഇട്ടുതരാം. നന്നായിട്ട് പാടും. അപ്പൊ ഇതിന്റെ ഒരു പാട്ട് ഔട്ടായിട്ടുണ്ട്. ഇത് നിതിൻ കെ ശിവ എന്ന് പറഞ്ഞൊരു ചേട്ടനാ പാടിയേക്കുന്നത്. അതിപ്പോ ഔട്ടായി നല്ല നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടും ഒരു ഹിറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഒരു പാട്ട് ഒന്നെങ്കിലും അതിലെ പാട്ട്, അല്ലെങ്കിൽ പാട്ടുകാരിയാണെങ്കിൽ നമ്മൾ പാടിക്കാതെ വിടാൻ പറ്റൂല. ഒന്നെങ്കിൽ ആ സിനിമയിലെ പാട്ട്, അല്ലെങ്കിൽ വേറെ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ ഞാൻ ഒരുപാട് പ്രതീക്ഷകൾ ഇതിലെ ഹോൾ ക്രൂവിനും അതുപോലെ ആസ് എ ഡയറക്ടർ ഒരുപാട് അടിപൊളി പ്രോജക്ട്സ് മുന്നിലേക്ക് വരട്ടെ. ആൻഡ് ആസ് ആൻ ആക്ടർ അടിച്ചു പൊളിക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫിലിം ഈസ് ഗോണ ഗെറ്റ് റിലീസ്ഡ് ഇൻ 23rd. പഴുത് എല്ലാവരും ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണും. താങ്ക് യു സോ മച്ച്.